ഫുള്ളായിട്ട് വന്ന നമ്മുടെ എക്സസൈസ് മെഷീനാണ് RBI ട്രക്ക്. പിന്നെ അതുപോലെ തന്നെ ത്രെഡ്മില്ലുണ്ട്, സൈക്ലിങ്ങിൻ്റെ ഇതുണ്ട്. ഓരോന്നിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഓരോരോ ഓപ്ഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ ഒരാൾ അവിടെ കയറുന്ന തള്ളയാണ്. ദർശു ഇങ്ങോട്ട് വന്നേ. നോ 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 ഇത് എത്രയാണ് പ്രൈസ് വരുന്നത്? എത്രയാണ്? 26,000 സ്റ്റാർട്ടിങ് അല്ലേ? ഇത് ഇതിൻ്റെ ഹെർക്കുലീസിൻ്റെ ആണോ ഫുള്ളായിട്ട് വരുന്നത്? അപ്പോൾ ഓരോ ദർശു അല്ല വെയിറ്റ് ചെയ്യാം, അതൊന്നും അങ്ങനെ ചെയ്യരുത്. അല്ല അറിയാം. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മുടെ സൈക്ലിങ്ങിൻ്റെ ഒക്കെ 9,000 മുതൽ 30 മുകളിലായിട്ടുണ്ടല്ലോ. വലിയ മോഡൽ അതെല്ലാം വന്ന് ലോവസ്റ്റ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ വെയിറ്റ് അനുസരിച്ചല്ലേ എടുക്കുന്നത്? ലോഡ് പ്രൊഫഷണൽ മോഡൽ നമ്മൾ ജിമ്മിലെല്ലാം യൂസ് ചെയ്യുന്ന മോഡൽ. അപ്പോൾ എവിടെ വയ്ക്കുന്നതെല്ലാം നമ്മൾ ജിമ്മിന് യൂസ് ചെയ്യുന്ന മോഡലാണ്. അയ്യോ അത് അത് ചുമ്മാ നടന്നാൽ മതി, അതിൽ കയറി നടന്നാൽ മതി. ആ അങ്ങനെ ദർശുവിനൊന്ന് നടക്കണമെന്നൊരാഗ്രഹം. നടന്നേ. ഓക്കെ അങ്ങനെ തന്നെ നടന്നേ. യെസ് വെരി ഗുഡ്. ഓക്കെ ഇനി ഇറങ്ങി വന്നേ. ഇനി വന്നേ. ഇങ്ങനെയാണ് നടക്കാനുള്ളത്. ഓക്കെ, എക്സസൈസ്. ഓക്കെ അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഇവിടെ ഈ സൈഡ് നോക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഫർണിച്ചറാണ്, വീട്ടുപകരണങ്ങൾ ബേസ് ചെയ്തുള്ള. അപ്പോൾ 4, 3, 6 ചെയറും ടേബിളും ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ചും കൂടെ കോർണർ ബേസ് ചെയ്തൊക്കെ നല്ല ഇതാണ്. ഇവിടെ ഒരാൾ വന്നതാണ് സീറ്റിൽ ഇരുന്ന് തുടങ്ങി. ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇവിടെ വന്നേ. ഇഷ്ടപ്പെട്ടോ? വന്നേ. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. 3 ടോപ്പ് എടുത്താൽ ഒരു നോക്കട്ടെ ജസ്റ്റ്. തീർച്ചയായിട്ടും നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാലും ഒന്ന് കയറി കാണുന്നുണ്ട്. ഉണ്ടോ? ഇത് മറ്റേ ഇതിനാണല്ലോ. അങ്ങനെയാലും ചോദിച്ചല്ലേ? അങ്ങനെയാലും എത്രയാണ് നിങ്ങളുടെ ഇത് വരുന്നത് പൈസ? ഇല്ലല്ലോ, ഓൾറെഡി നമ്മൾ ഒരു വീട് വരുന്ന പത്തനംതിട്ടയാണ്. അയ്യോ അത് ചെയ്ത് തന്നെ കുഴപ്പമില്ല. നിങ്ങളുടെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് പ്രൈസ്? ബില്ലെല്ലാം കുറവാണ്. ഒരു 2,000-3,000 മേളിലായിട്ടാണ് വരുന്നത്. വരുന്നത്. ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ അതെ 3 kV. അപ്പോൾ എത്ര ബാറ്ററീസ് ആണ് വരുന്നത്? പിടിയെടുക്കല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല പറഞ്ഞോ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഇത് എത്ര ഇതായിരിക്കും ആവശ്യമുള്ളത്? 3 kV വരുമ്പോൾ എത്ര ഇതായിരിക്കും പാനൽസ്? എത്ര പാനൽസ്? 6 പാനൽ വെക്കുന്നത്. 6 പാനൽ വെക്കും. ഓഫർ പ്രൈസ് എത്രയാണ് നിങ്ങളുടെ? 3 kV ആണെങ്കിൽ ഓഫർ പ്രൈസ് എത്രയാണ് വരുന്നത്? അതെ, എക്സീഡ് ഫോക്സ് 30 വർഷത്തെ. അങ്ങനെ ദർശുവിന് അവിടെ ഒരാളൊന്ന് ഇരുന്നാടി തുടങ്ങി. ഇത് ഫുള്ളായിട്ട് വുഡ് ബേസ് ചെയ്തുള്ളതാണ്. ഓരോരോ പീസ് വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് ജോയിൻ ചെയ്താണ്. ഇതിൽ വേണമെങ്കിൽ ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഫില്ലർ ഉണ്ടല്ലോ, ആ ഫില്ലർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇതായിരിക്കും. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഫുള്ളായിട്ട് നല്ല ഡിസൈനാണ്. കുറേ എക്സ്പോ എല്ലാം കണ്ടിരുന്നു, അതിലൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരിതാണ് എനിക്കിതിൽ തോന്നിയത്. അപ്പോൾ അതെല്ലാം
എല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്തുനിന്ന് ബഞ്ചാരസിൻ്റെ തന്നെ ടച്ച് നാച്ചുറലിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫേസ് വാഷ്, 2 ഫേസ് വാഷിൻ്റെ ഇത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി നോക്കാം. സാഫ്രോൺ ഫേസ് വാഷ് എല്ലാം സാഫ്രോണിൻ്റെയാണ്. പിന്നെ അത് ഫുള്ളായിട്ട് അവർ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, മോഡൽസ് ബേസ് ചെയ്തുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. സോപ്പ്, ഷാമ്പൂസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ദർശനമുണ്ട് അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ വനിതര ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇട്ടിട്ട്, പിന്നെ ഫുള്ളായിട്ട് വനിതര ബുക്കും ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നമുക്കതൊന്നെല്ലാം ഒന്ന് നോക്കാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഫുള്ളായിട്ട് നമ്മുടെ കുഷൻസ്, സോഫാസ് എല്ലാം ഉണ്ട്. ഓ ജസ്റ്റ് എങ്ങനെയാലും നോക്കിയിരിക്കാം. ബൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പ്രോഡക്റ്റാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ അവരുടെ ഫർണിച്ചർ ബേസ് ചെയ്തിട്ട് സോഫ സെറ്റ് ഫുള്ളായിട്ടാണുള്ളത്. ഇത് എത്ര പ്രൈസ് വരുന്നത്? ഇതിന് 53 രൂപ വരും സാറേ. 53 വീഡിയോ നാളെ ചെയ്തു തരാം. കളർ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പാറ്റേൺ ഇതാണ് വരുന്നത്, കളർ പാറ്റേൺസ് അല്ലേ? ഈ കളർ ചെയ്തിട്ടേക്കുന്നത് ഏത് ചെയ്യും. ഓക്കെ. അപ്പോൾ അത് ഫുള്ളായിട്ടുള്ള അവരുടെ മോഡൽസ് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഒന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈ ഓൺലൈൻ എന്നാണ് അവരുടെ ഫുള്ളായിട്ടുള്ള അഡ്രസ്സും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ തന്നെ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെങ്ങനെയല്ല സോഫ അതുപോലെ തന്നെ അവരെ ഫർണിച്ചർ ബേസ് ചെയ്തെല്ലാം കണ്ടിരുന്നു, നല്ല ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓഫീസ് ടേബിൾ ബേസ് ചെയ്താണ് വരുന്നത്. ഓക്കെ, താങ്ക് യു. നല്ല ഓഫറൊക്കെ ഉണ്ട് ഇവിടെ. ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസിൽ വീട്ടിലെത്തിച്ചു തരാം. ഓക്കെ, ശരി. ദർശനാണോ? ദർശന് ഇഷ്ടപ്പെട്ടത് ഒന്നെടുത്തേ. ഏത് വേണമെങ്കിലും എടുത്തോ. ഇപ്പോൾ ദർശന് ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെ ഓരോരോ കളർ ബേസ് ചെയ്ത് തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഗ്രീന്, പിന്നെ പച്ചയുണ്ട്, ചുവപ്പുണ്ട്. മേടിച്ചു ടൊമാറ്റോ 35 അല്ലേ? ഓക്കെ. അപ്പോൾ ഓഫർ 5 രൂപയാണ് ഓഫർ. ഒന്ന് 10 രൂപ വെച്ചല്ലേ? ശരിയല്ലേ? അത്രേ ഉള്ളൂ. ബൈ 1 ഗെറ്റ് 1. ഇല്ലല്ലേ, വേറെ ഒന്നല്ല. ഇതിൽ നിങ്ങളിപ്പോൾ 10 എന്നുള്ളതായതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം. 4 വന്ന് 40 രൂപ വരണം അല്ലേ? 35 വരുമ്പോൾ തന്നെ അതിന് ഓഫറുണ്ട്. 5 രൂപ ഓഫറല്ലേ? നല്ല കാര്യം. ദച്ചുനെ വിളിക്കുന്നതോ? ചെല്ലു, ദർശനെ വിളിക്കുന്നത്. ഇതൊന്ന് ഇതിൻ്റെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ ഇത്. ഇത് ഫുള്ളായിട്ട് നമ്മുടെ കാലിൻ്റെ ഇതാണ്. കാലിൻ്റെ ബേസ് ചെയ്ത് കാൽ മസാജറാണ്. ഇത് വന്ന് നമ്മുടെ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് നല്ല രസമുണ്ട്. ഇത് യൂസ് ചെയ്യുന്നുണ്ടോ? ഇത് വന്ന് ഫുള്ളായിട്ട് ഇതാണ്. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ കാൽ മസാജറാണ്. അത് തന്നെ വേണമെങ്കിൽ അറിയുന്നുണ്ടോ? അപ്പോൾ കാൽ മസാജറാണ്.
വേണ്ട ഇതുപോലെ തന്നെ ഫുൾ മസാജ്. ഇത് നിനക്ക് വേണോ? എത്രയാണ് പ്രൈസ് അതിന്? 900 വില, പകുതി വില, 1000. ഓഫർ ഉണ്ടല്ലേ? ഓഫർ ഇവിടെ ഒരാൾ അവിടെ പോയി കിടന്നു. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അങ്ങനെ എല്ലാവരും കണ്ട് വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് സുപ്രീം ഫർണിച്ചേഴ്സിൻ്റെയാണ് ഫുള്ളായിട്ട്. അവിടെ അലമാരയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ചെറിയൊരു ഡ്രസ് ടേബിൾ പോലത്തെ ഇതുണ്ട്. ഇത് കൊള്ളാമല്ലേ? എത്ര വരുന്നത്? ഇതൊന്ന് കിച്ചണിലൊക്കെ വയ്ക്കാൻ പറ്റിയാണല്ലേ? അല്ലല്ല അത് തന്നെ കിച്ചണിലൊക്കെ വയ്ക്കാം. 5600-700 ഉള്ളൂ. ഇത് 2400 ഉള്ളൂ. അത് നല്ലതാണ് കേട്ടോ. അത് ഇവിടുത്തെ ഇതെല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ സുപ്രീമിൻ്റെ തന്നെ ഈ വർഷത്തെ 2 കലണ്ടർ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റ് ബേസ് ചെയ്ത്. ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് ഒത്തിരി ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് നല്ല പ്രോഡക്റ്റാണ്. പ്ലാസ്റ്റിക് ആണ് ഇവിടെ തന്നെ. ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കയറിയിരിക്കുകയാണ്. കണ്ടെല്ലാം വന്നപ്പോഴാണ് ലാസ്റ്റുള്ള ഒരു സെക്ഷൻ തന്നെ പറയാം. അതിന് മുമ്പേ നമ്മുടെ ഫുള്ളായിട്ട് കാറിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ കീ ചെയ്തുകൊണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാറുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോകാം. കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിനുണ്ട്, നമ്മുടെ ഫേവററ്റ് റോയൽ എൻഫീൽഡ്. അങ്ങനെല്ലാം കണ്ടുകളയാം. ബർത്ത്ഡേ അച്ഛൻ്റെ കയ്യിലുണ്ട് ഇല്ലേ? അറിയാം. ജഹാൻ്റെ അല്ലേ? ഓക്കെ, പിന്നെ ഓക്കെ പിന്നെ മറ്റേ പഞ്ചിൻ്റെ തന്നെ ടാറ്റ പഞ്ച്. പിന്നെ അതേപോലെ തന്നെ ഹെയറിൻ്റെ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടി ഞാൻ ഇതിന് മുമ്പേ കണ്ടതാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കണ്ടത്. നല്ല സ്പേസൊക്കെ ഉള്ള വണ്ടിയാണിത്. നല്ല ലുക്കാണ്, നല്ല സ്പേസാണ് ഇതിന്. ഈ വണ്ടി തന്നെ എന്ത് ആ വെയിറ്റിൻ്റെ വണ്ടിയുണ്ട്. ഉണ്ട്, ഇലക്ട്രിക് സ്റ്റേഷൻസ് എല്ലാം ഉണ്ട്. എല്ലാ റോഡിലും വന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ എമർജൻസി ആണെങ്കിൽ കൂടെ തന്നെ വയ്ക്കും. ഫുള്ളായിട്ട് തന്നെ നമ്മുടെ മാട്രസ്, ബെഡ് എല്ലാം സിംഗിളാണ് ഇത് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. ഇത് ഒരു സൈഡിലൊക്കെ ഒരു വീടിൻ്റെ റൂമിൻ്റെ ഒരു സൈഡിലൊക്കെ ഇട്ട് ഇരിക്കാൻ നല്ല പറ്റിയ സാധനം. മക്കൾ പൊട്ടിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അടുത്തൊരു ഫർണിച്ചറുണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ ഇതുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ളായിട്ട് ഡ്രസ്സ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് അത്തറാണ്. അത്തർ. പിന്നെ അതിൻ്റെ കൂടെ പ്രൈസ് ലിസ്റ്റും കൂടെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ളതാണെന്നുള്ളത്. ഊത്, ഇത് പിന്നെ വൈറ്റ് ഊതുണ്ട്. അങ്ങനെ ഊതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അവർ എത്ര ഗ്രാമാണ്, എത്ര ഗ്രാമിന് എത്ര പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനർജി സെർവർ, സേവ് യുവർ ഇലക്ട്രിസിറ്റി ബിൽ 30% ആവും. യെസ്, വേണം. ഒരു സെക്കൻഡ് ഷക്കലുണ്ട്. അങ്ങനെയാണ്, നല്ല കുഴപ്പമില്ല. ഓക്കെ, വീട്ടിൽ നിന്ന് ഇത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇൻവെർട്ടർ ഇതൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറെ ഇതേപോലെ
എനർജി സേവർ ബേസ് ചെയ്തോടൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ എത്ര രൂപ ബില്ല് വരുന്നത് തന്നേക്കുന്നുണ്ടായിരുന്നു? ഇല്ല നമ്മളിവിടെ നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. രാവിലെ രൂപ ബില്ല് വരുന്ന തന്നത് ഇവിടെ ഒരു മിനിമം ഒരു 2000, 2800, 3000 രൂപ അടുപ്പിച്ചു വരും. 2000 രൂപ ഉണ്ടെങ്കിൽ ഒരു 600 രൂപ മാറ്റം ഉണ്ടാവും. കാരണം ലൈനിൽ പെർഫെക്റ്റ് കുറവ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് റിയാക്റ്റീവ് പവർ വരുന്നത്. ഓക്കെ. നിങ്ങൾ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ വാങ്ങിക്കാനുള്ള കാരണം അതിന് കുറയ്ക്കണം. നമുക്ക് ജസ്റ്റ് നമുക്ക് ഒരു 3 ലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കണ്ട ആവശ്യമുള്ളൂ. റിമൂവ് ചെയ്യുന്ന സമയത്ത് എക്സസൈസ് വരുന്നുണ്ട്. അതെ ഇതാണ് നമ്മൾ പെർഫെക്റ്റ് കുറവുകൊണ്ടുള്ള നമ്മൾ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ഇറക്കാനുള്ള കാരണം ഇതിപ്പോൾ ഒരെണ്ണം വെച്ചാൽ മൊത്തം വീട്ടിലേക്ക് എങ്ങനെ വരുന്നതാണ്. നമ്മുടെ വീട്ടിൽ വയറിംഗ് എങ്ങനെ ഉണ്ടാവും? എർത്ത്, ന്യൂട്രൽ ഇങ്ങനെ വയറിംഗ് ഉണ്ടാവും. ന്യൂട്രലിൽ നമുക്ക് എപ്പോഴും കോമൺ ആയതുകൊണ്ട് ഇതിനകത്തൊരു സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലഗിൽ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സെൻസറിൽ മൊത്തം വീട്ടിലേക്ക് എത്തണം. ഇത് അബ്സല്യൂട്ട്ലി ലീഗലായ പ്രൊഡക്റ്റാണ്. CPR അപ്രൂവ്ഡ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇഷ്യൂ വരത്തില്ല. ലീഗലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മിനിമം 23% കൺഫേം ആയി കിട്ടും. നമുക്ക് ഈ ബില്ല് വരുമ്പോൾ സ്ലാബ് ഉണ്ടാവും നോക്കിയിട്ട് യൂണിറ്റ് സ്ലാബിൽ 30%. പിന്നെ വേറെ ഗുണം എന്താ പറഞ്ഞാൽ അതിന് സർജ് പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓവർ വോൾട്ടേജ് വന്നിട്ടോ ലൈറ്റിംഗ് വന്നിട്ടോ വീട്ടിൽ ഉപകരണം കരുവില്ല. സേഫ് ആയിരിക്കും. വോൾട്ടേജ് ടച്ചസ് ഉണ്ടാവില്ല. ഉപയോഗിക്കുന്ന സമയത്ത് അഡീഷണൽ ഏതെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിച്ച് സ്റ്റെബിലൈസർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിന് 10 years വരെ ലൈഫ് ഉണ്ട്. ടെലിവിഷൻ തൊട്ട് എയർ കണ്ടീഷൻമെൻറ്റിലെല്ലാം ഉപകരണം സേവ് ചെയ്യാം. ഉപയോഗിച്ച് നോക്കിയിട്ട് കറണ്ട് ബില്ല് അഥവാ കുറവ് വന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്ന മുമ്പുള്ള കറണ്ട് ബില്ലിൻ്റെ കോപ്പി, അതിന് ശേഷമുള്ള കറണ്ട് ബില്ലിൻ്റെ കോപ്പി ഇതൊക്കെ ഞാൻ വീട്ടിലേക്ക് എത്ര വരുന്നതിൻ്റെ പ്രൈസൊക്കെ പുറമെ വാങ്ങിക്കുമ്പോൾ 3000 വരുന്നത്. ഇവിടെ വാങ്ങിക്ക് ബുക്ക് ചെയ്തിട്ട് 1000 രൂപ സബ്സിഡി കിട്ടുന്നത് 2000 രൂപ. ഇതൊന്നും നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് വഴി നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഇല്ല ചോദിക്കുന്ന കാര്യം അത് ലീഗലായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെയില്ല. കാരണം എന്താ പറയുക, കേരളത്തിലെ ആകെ 80% ആൾക്കാരും 1000 താഴെ ബില്ലടയ്ക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള 20% ആൾക്കാരെ 1000 താഴെ കൂടുതൽ ബില്ലാണ്. സൗകര്യമുള്ള ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതെവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ? ട്രിവാൻഡ്രത്ത് എവിടെ? കിള്ളിപ്പാലത്ത് എവിടെയാണ്? നേരെ ഓപ്പോസിറ്റ് രാജധാനി ബിൽഡിംഗ്. അറിയാം, ഞാൻ ട്രിവാൻഡ്രത്താണ്. അതുകൊണ്ടാണ് മനസ്സിലായി. 3 സ്ഥലത്തുണ്ട്. പിന്നെ നമ്മളിത് വാങ്ങിയിട്ട് പോയി 4 വർഷം കൊണ്ട് കംപ്ലൈൻറ്റ് ആകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വന്നു. അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് വലിയ വാർത്തക്കാട് മിസ്സായ പ്രൊഡക്റ്റ് എന്തൊക്കെ സാറേ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴാണ് അടിപൊളിയായിട്ട് നമ്മുടെ ബാഗുകളുണ്ട്. ഷൂ കേസ് ബാഗ് അതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ടൈപ്പിലെ ബാഗുകളുണ്ടായിരുന്നു. അത് കൂടുതൽ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്നത്. ഞാനിത് മുംബൈയിലൊക്കെ 200 രൂപയ്ക്കാണ് ഇത് കണ്ടത്. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. മൾട്ടിപർപ്പസ് നമുക്ക് ചകിരിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിട്ട് വേണേൽ നമുക്കൊന്നും कॉफी के लिए एक बीट करने के लिए सर, यूज़ के लिए, कोल्ड कॉफ़ी के लिए, एक कार टीवी, फ्रिज, LCD, माइक्रोवेव ग्लोव्स है. ओके सर. ये रस्सी के कपड़ा सुखाने के लिए टेप के साथ एक्सपांड होता है. 15 फीट ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി ഏറ്റവും നല്ലത്. गैलरी में, बालकनी में कहीं भी लगा सकते हैं. हाँ मैडम, ये 150 है. 15 फीट लेंथ है. एक्सपांड होता है. एक्सपांड ये चार्जेबल. 10 मिनट चार्ज करना, 10 मिनट 2 आवर्स छूट रहेगा. जेल है मैडम, जेल है परमानेंट. यूज होता है कम से कम. अंदर जेल है. ഇതാണ് നമ്മുടെ വണ്ടി വീട്ടിൽ വണ്ടിക്ക് യൂസ് ചെയ്യും. थर्मोस्टेट है इसमें. 10 मिनट में ऑटो कट ऑफ हो जाएगा. ये निकल के यूज करना. आप 5 मिनट चार्ज करेंगे, ऑटो कट ऑफ हो जाएगा. ഞാൻ കണ്ടു ദർശു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ദിവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ദിവ്യയ്ക്ക് മാത്രം എല്ലാ പെൺകുട്ടികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നാണ് ഇതുപോലെ തന്നെ ചെരുപ്പ് കാണാം. ചെരുപ്പുകളുടെ നല്ലൊരു കളക്ഷനാണ്. സെയിൽ 600 ഇതിൽ കേട്ടോ. ദർശു വന്നേ. പറഞ്ഞു കൊടുക്കുന്ന പാൻറ്
വന്ന സമയത്ത് ഏറ്റവും നല്ല കളക്ഷൻസ് എനിക്കിതായിരുന്നു. ദിവ്യ എൻ്റെ കളക്ഷൻസ് നോക്കി, ഇല്ല ഗ്രീൻ നോക്കി. ദിവ്യ അങ്ങോട്ട് വാങ്ങി. നല്ല പഴയകാല മിഠായികളാണ് ഇതെല്ലാം. कश्मीरी पान है, നല്ല രാജസ്ഥാനി ബേസ് ചെയ്തുള്ളതാണ് ഫുഡുകൾ. कश्मीरी पान, तुलसी पान, बनारसी पान, कलकत्ता पान, പാൻ്റെ ഇതാണല്ലോ. ड्राई फ्रूट पान, सुपारी, ദർശോ जेली, पपाया जेली, खाली गुलकंद खसखस है ദർശോ सेम रेट है। അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് അടുത്തൊരു സെക്ഷൻ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്തല്ലേ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഫുള്ളായിട്ട് പാനിപ്പൂരി, പപ്പടം, എല്ലാ വെറൈറ്റിയുള്ള പപ്പടമൊക്കെയാണ് ഉള്ളത്. ഇവിടെ തന്നെ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പിളായിട്ട്. ദർശു ഒരു ചെറിയൊരു പപ്പടം എടുത്ത് കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട് നോക്കി, ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇതായിരുന്നു ഇതിനകത്ത് മസാല അപ്പോൾ ഇവിടെ തരുന്ന പപ്പടം തന്നെ ഫുള്ളായിട്ട് പപ്പടമാണ്. വെറൈറ്റി പപ്പടം തന്നെ ഉണ്ട്. അത് പാനിപ്പൂരി തന്നെ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യുന്ന കണക്കിട്ട് ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കണ്ട് അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ രാജസ്ഥാനിലെ പിക്കിള്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പിക്കിളുണ്ട്. അപ്പോൾ ഇത് വന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിക്കിളും ടേസ്റ്റ് ചെയ്യാം. ഏതാ? അപ്പോൾ അങ്ങനെ വന്ന് ദിവ്യ എന്ന് ഒരിടത്തുനിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാങ്ങേരയാണ്, മാങ്ങയല്ല നെല്ലിക്കയാണ്. ഇത് ഫുള്ളായിട്ട് ഈ മുളയിലാണ്, മുളയല്ല ഈറയില ചെയ്തിട്ടുള്ളതാണ്. 100 ഫുള്ള് ഈറയിലല്ലേ ചെയ്തിട്ടുള്ളത്? എല്ലാം ഈറയിലാണല്ലേ. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഈറയിൽ ചെയ്ത പ്രോഡക്റ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എല്ലാം ഈറയിലാണ്, അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈറയിൽ ചെയ്ത പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. സൂപ്പർ വർക്ക്. നമ്മുടെ അലുവക്കാരുണ്ട്, ഫേവറേറ്റ് അലുവ എല്ലാം ഉണ്ട്. ഏത് പഠിച്ചത്? ഏത് വെച്ചേ? ആ ചക്കേ ഇത് ഗോതമ്പ്. 1-2 ഫ്ലേവറില്ല കേട്ടോ, 20 ഫ്ലേവർ ഉണ്ട്. അത്തിപ്പഴം ഉണ്ട്, കാന്താരി ഉണ്ട്, കിവി ഉണ്ട്, മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അനാർ അലുവ ഉണ്ട്, പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, ഹണി ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, കരിക്കിൻ്റെ അലുവ ഉണ്ട്. ഇത് 200 വെച്ചാൽ എല്ലാ വെറൈറ്റിയും മിക്സ് ചെയ്തിട്ടുണ്ട്. ചക്കയും ഗോതമ്പ് ഉണ്ടാവില്ല, ബാക്കിയെല്ലാം. മഞ്ഞളല്ലേ? ചെറിയ മഞ്ഞൾ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ വലിയ മഞ്ഞളുടെ പ്രത്യേകത എന്താണ്? ഇത് അരിഞ്ഞുണക്കി നമുക്ക് പൊടിച്ച് മുഖത്തും തേക്കാം.
കൂടുതൽ ഈ മുഖത്ത് തേക്കുന്ന ആ മഞ്ഞൾ ഏതാണ്? ഇതല്ലേ? അതിതല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റാൾ ഇങ്ങനെ ഇട്ടൊക്കെയാണ്? ഞങ്ങൾ സ്റ്റാൾ ഇട്ടായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് 26-ാം തീയതി. കുഴപ്പമില്ലല്ലേ, മെച്ചമായിട്ട് പോകുന്നുണ്ടല്ലേ? ശരി. ഇത് ഫാഷൻ ഫ്രൂട്ട്. ഇത് മാംഗോ സ്കോഷൊന്നും ഇത് മിക്സ് ആണോ? അതോ മാംഗോ ഏത് ഇതാണ്? മാങ്ങയാണ്? അൽഫോൺസേര. ഓക്കെ. ദർശു എങ്ങനെയുണ്ട്? അമ്മയ്ക്കോട് ഇത് സാമ്പിൾ തന്നെയല്ലേ? ഒരു ചെറിയൊരു സാമ്പിൾ. ഓക്കെ. താങ്ക് യു. അൽഫോൺസേരയാണ് ഇവിടെ. ഇതല്ല വേസ്റ്റ് ഒന്ന് കണ്ടിട്ട് അടുത്ത ഇതിലോട്ട് പോവുകയാണ്. അടുത്ത പോലെ നമ്മുടെ ടീ ഷോപ്പിൻ്റെ ഒക്കെ അടുത്താണ്. ഇനിയിപ്പോൾ പോകുന്നത് നമ്മുടെ ടീ സ്റ്റാളാണ്. സർപ്ലസ്. ഇറങ്ങി വരുമ്പോൾ അടുത്ത സെക്ഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. ദർശനം നല്ല അടിപൊളിയായിട്ട് ബാഗുകളാണ്. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദിവ്യ ഉടനെ പറയും ബാഗ് ഇത് മതി എന്ന് പറയും. ഇതെങ്ങനെയുണ്ട് ബാഗ്? ബാഗുകളുടെ എല്ലാ ഇത് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഈ രാജസ്ഥാൻ അങ്ങനത്തെ ടൈപ്പുള്ള ഡിസൈൻസാണ്. പിന്നെ അതോട് ചേർന്നതിന് മാറ്റ്, ഫ്ലോർ മാറ്റ് എല്ലാം വരുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ അവരുടെ എക്സ്പോ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒത്തിരി ഇതുണ്ട്. പിന്നെ അതിനോട് തന്നെ ബുക്ക് സ്റ്റാളുണ്ട്. എല്ലാ തരത്തിലും നിറയെ ബുക്സുകളുണ്ട്. 50 രൂപയ്ക്കുള്ളൂ. കഴിഞ്ഞ് ഇനിയിപ്പോൾ ബുക്ക് സ്റ്റാൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മുടിയുടെ ഇതാണ് നമ്മുടെ ഫുള്ളൊരു മുടിയുടെ ഇതാണ്. ആദിവാസി. അപ്പോൾ തന്നെ അവിടെ ഫുള്ളായിട്ട് പാനൊക്കെ ബേസ് ചെയ്ത് താരൻ മാറാൻ 3 ദിവസം മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓ വെള്ളമാണ് കേട്ടോ. ഇത് ഫേഷ്യൽ കാണിച്ചു തരാം. മോനെ കാണിച്ചു തരാം. ഇത് മുട്ടാണിമുട്ടി, രക്തേന്ദ്രം, കറ്റാർവാഴ, കുങ്കുമപ്പൂ, ഇത് 2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെയിലത്തോടെയൊക്കെ നടക്കുന്നതല്ലേ. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇതിന് കുളിക്കാനും മുഖം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ നമുക്ക് തിരിച്ചു കിട്ടും. ഈ കൈ നമ്മളൊന്ന് മണത്ത് വയ്ക്കണം. സൂപ്പർ. ഒരു വ്യക്തിക്കാണെങ്കിൽ 6 മാസം ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ദർശുവിൻ്റെ കൈ വെളുപ്പിക്കുകയാണ്. ദർശുവിൻ്റെ കൈ വെളുത്തല്ലോ. ആ കൈ ഇല്ലല്ലോ, മതി. ആ കൈ ഈ കൈ കൂടെ നോക്ക്. ഇത് ഉപയോഗിച്ചാൽ മതി രാത്രിയിൽ. ഇത് മഞ്ചിഷ്ട, രക്തേന്ദ്രം, കുങ്കുമപ്പൂ, കറ്റാർവാഴ. ഈ സോപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകുക. ഈ ജെല്ല് രാത്രി മാത്രം ഉപയോഗിക്കുക, പകൽ ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് വലിയും. കണ്ടോ? ഇതുപോലെ രാവിലെ എണീറ്റിട്ട് കഴുകിക്കളയുക. നല്ല വെള്ളത്തിൽ കഴുകിക്കളയുക. ഒരു 15 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യണം. കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. തരാം. ഇതിൽ എന്തൊക്കെയാണ് ആഡ് ആയിട്ടുള്ളത്? ഇതിന് രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, അതുപോലെ മഞ്ചിഷ്ട, കുങ്കുമപ്പൂവ്, ഇതെല്ലാം ചെയ്യും. കറ്റാർവാഴ അല്ലേ? ഇതാണ് പ്രോഡക്റ്റ്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ISO സർട്ടിഫിക്കറ്റ്, GMP സർട്ടിഫിക്കറ്റ് ഉള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിന് പൂർണ്ണമായ ഫലം. വന്നപ്പോഴാണ് ഇതിൽ സർപ്ലസിൻ്റെ തന്നെ കിലോ വന്ന് 786 രൂപ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതിന് മുമ്പ് നമ്മളെടുത്ത ഒത്തിരി കളക്ഷൻസ് എല്ലാം ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. പുതിയ വേറെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ദിവ്യ നോക്കിയിരുന്ന കയറി നോക്കുന്നില്ലേ?
നോക്കുന്ന തേയിലയിൽ നോക്കുന്ന. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് വേറെ അയ്യോ അത് വേണ്ട മതി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇരുന്നേലേ. ആ ഓക്കെ ആണോ? ഇനി വന്നേ. ഏതിൻ്റെ ഈ പ്രാവശ്യം വന്ന് നല്ല രീതിയിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവരെ ഇതിൽ. എവിടെ പോയി? പുള്ളിക്കാരെ പോകണ്ട. ദർശു എന്തിനാണാവോ? നല്ല പച്ചക്കറി വിത്തുകളൊക്കെ ഫുള്ളായിട്ട് ഇപ്പം ഇതിൽ നിന്ന് പിന്നെ മൊബൈലിൻ്റെ ഇതാണ് ഫുള്ളായിട്ട് മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈലിൻ്റെ കവറുകളെല്ലാം നല്ല വെറൈറ്റി ഉണ്ട്.